ഹായ്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. കേരളത്തിൽ നടക്കുന്ന വലിയൊരു സ്കാമിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അതായത് നമ്മൾ മാർക്കറ്റ് പ്ലേസിനകത്തും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനകത്തും OLX-ലും വെച്ചിട്ടാണ് ഈ കാര്യം മെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു കാര്യം, ഞാൻ ഇത് കുറച്ച് വീഡിയോ വൈഡായിട്ട് പോകും, നിങ്ങൾ എന്തായാലും ഫുള്ള് കാണാം. അതായത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോർമലി ഒരു കസ്റ്റമർ ഒരു വണ്ടിയുടെ ആഡ് OLX-ലോ മാർക്കറ്റ് പ്ലേസിലോ ഇട്ടെന്ന് കരുതിക്കോ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് 2 ലക്ഷം രൂപ ആയിരിക്കും ചിലപ്പോൾ വിട്ടേക്കുന്ന വില. ഈ സ്കാമർ ഇവനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന വാട്സപ്പ് മുഖാന്തരമായിരിക്കും. കോൺടാക്ട് ചെയ്തിട്ട് പറയും, നിങ്ങൾ ആ വണ്ടി ഞാൻ ഇന്ന വിലക്ക് എടുത്തോളാം എന്ന് പറയും. അപ്പം ഓക്കെ, കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഒരാൾ പറയും ഓക്കെ എന്നാൽ ശരി എന്ന് പറയും. എന്നിട്ട് ഇവൻ പറയുന്നത് ഞാൻ ആളെ പറഞ്ഞു വിടാന്ന് പറയും, ഞാൻ ഇവിടെ സ്ഥലത്തില്ല, ഞാൻ ആളെ പറഞ്ഞു വിടാന്ന് പറയും. എന്ന് പറഞ്ഞതിന് ശേഷം ഇവൻ ഈ ID കസ്റ്റമറിനെ പറഞ്ഞ് ഇതിനകത്ത് നിന്ന് കസ്റ്റമറിൻ്റെ നിന്ന് വണ്ടിയുടെ RC, വണ്ടിയുടെ ഫോട്ടോ, വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കും. സർവീസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം എടുക്കും. എടുത്തതിന് ശേഷം പിന്നെ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റിനകത്ത് നിന്ന് നോക്കി ഇതേപോലെ OLX ചെയ്യുന്നോ മാർക്കറ്റ് പ്ലേസ് ചെയ്യുന്നോ എങ്ങനെയെങ്കിലും ഇവൻ ഒരു നമ്പർ എടുക്കും. ഏതെങ്കിലും ഒരു കടയുടെ ആരുടെങ്കിലും കടക്കാരുടെ നമ്പർ എടുക്കും, ഡീലർമാരുടെ നമ്പർ എടുക്കും. നമ്പർ എടുത്തതിന് ശേഷം ഇവരെ വിളിച്ചിട്ട് പറയും, ഇന്നൊരു വണ്ടിയുണ്ട്, അത് ഇത്ര വരെ വിൽക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം ചേട്ടാ, പക്ഷേ എനിക്കൊരു ലോണിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്ര രൂപയ്ക്കാണെങ്കിൽ വണ്ടി കൊടുക്കാം. നമ്മളെ വിളിച്ച് കൺവിൻസ് ചെയ്യും, ഡീലറിനെ വിളിച്ച് കൺവിൻസ് ചെയ്യും. അപ്പോൾ ഡീലറിനുള്ള ഒരു രീതിക്ക് നമുക്കൊരു വണ്ടി വില കുറച്ച് കിട്ടിയ അത്രയും നല്ലതെന്നുള്ള രീതിക്കായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ കൺവിൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വീണ് പോകുമ്പോഴത്തേക്ക് ഇച്ചിരി അത്യാവശ്യം വില താത്തായിരിക്കും പറയുന്നത്. അപ്പോൾ വീണു എന്നുള്ള രീതിക്ക് ഇവ പറഞ്ഞതിന് ശേഷം ഈ ഓണറിനെ വിളിച്ചിട്ട് പറയും, ഞാൻ ആളെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്, ആളങ്ങോട്ട് വരും, നിങ്ങളൊന്നും ചെയ്യേണ്ട, പുള്ളിയുടെ അടുത്ത് കസിൻ, ഇയാൾ കസിനാന്ന് പറഞ്ഞാൽ മതി. അതായത് ഓണറിന്റെ അടുത്ത് പറയും, നീ കസിനാന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇവനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിൽ അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവൻ പറയും ലൊക്കേഷൻ നമുക്ക് അയച്ചു തരും. അതായത് ഓണർ ഇവൻ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷനാണ് ഇവൻ നമുക്ക് അയച്ചു തരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വണ്ടി കാണാൻ ചെല്ലുന്ന പറഞ്ഞാൽ ഈ ഓണർ എന്തായി പറയുന്നത് നമ്മുടെ അടുത്ത്, ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ കസിനാന്ന് പറയും. കസിനാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇവൻ്റെ അടുത്ത് വണ്ടിയുടെ വിൽപ്പനയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ കസിൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. മറ്റും പറയും അതെല്ലാം ഫുൾ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് ഇവൻ നമ്മളെ അടുത്ത് പറയും വണ്ടിയുടെ ഇത്ര ശതമാനം വില. ഇപ്പോൾ വണ്ടിയുടെ വില ഒരു ഏകദേശം 2 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്കാണ് ഇവന് കൊടുക്കുന്നത്. ഇവൻ പറയും ഒരു 75,000 രൂപ അല്ലെങ്കിൽ 80,000 രൂപ എനിക്ക് അയച്ചു തരാൻ പറയും. അങ്ങനെ നമ്മൾ ഈ അയച്ചു തരാൻ പറയുന്നത് ഈ വാട്സപ്പിൽ വിളിക്കുന്നവനല്ല, ഓണർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഈ ഓണറിൻ്റെ അടുത്ത് പറയും, ഇത് എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട്, നീ ഇതങ്ങ് അയച്ചതാ, എന്നിട്ട് ഞാൻ അത് ഒരുമിച്ച് അങ്ങ് അയച്ചു തരാമെന്ന് പറയും. ഒരുമിച്ച് അയച്ചാന്ന് പറയുമ്പോൾ ഒരുമിച്ച് 2 ലക്ഷം രൂപ അയച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഈ ഓണർ വിചാരിക്കുന്നത് എന്തുവാ, മറ്റവൻ എന്തായാലും ഇവൻ പറഞ്ഞു വിട്ട ആളല്ലേ എന്ന് പറയും. അപ്പം നമ്മൾ ഇവന് ഈ പൈസ അയച്ചു കൊടുക്കുമ്പോൾ ലീഗലി നമ്മൾ ഇവന് പൈസ അയച്ചു കൊടുക്കുന്നു. ഇവൻ ഈ പൈസ അവൻ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോഴത്തേക്ക് അവന് സ്കാനറോ എന്തെങ്കിലും അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇവൻ ഡയറക്റ്റ് അവന് പൈസ അയച്ചു കൊടുക്കും. പിന്നെ ഇവനെ വിളിച്ചാൽ കിട്ടത്തില്ല. ഇതാണ് നടന്നു വരുന്ന സംഭവം. അപ്പം എനിക്കിതുപോലെ ഒരു ദുരനുഭവം ഉണ്ടായി. ഞാനിതുപോലെ വണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇതേപോലെ സംഭവം ഉണ്ടായി. എനിക്കൊരു ഡൗട്ട് തോന്നി. നമ്മളെ കൂട്ടത്തിലുള്ള ഡീലർമാരുടെ അടുത്ത്, ഞാൻ ചെറിയ രീതിയിൽ വണ്ടി കച്ചവടം നമുക്കുണ്ട്, അപ്പം ഇതേപോലെയുള്ള ഒരു ഡീലറിൻ്റെ അടുത്ത് ഞാനൊരു ഡൗട്ട് കാരണം വിളിച്ച് ചോദിച്ചു, ഇതിനൊക്കെ ഒരു വിഷയമുണ്ട്, ഓണർ സ്ഥലത്തില്ല, ഓണർ UK യിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇതൊന്ന് കറക്റ്റായിട്ട് ആ വന്ന കസിൻ പയ്യൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോൾ ഇത് സ്കാൻ ആവാൻ സാധ്യതയുണ്ട്, ഇപ്പം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഈ വണ്ടി നിൻ്റെ ആണ്? അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അല്ല, മറ്റവൻ്റെ വണ്ടിയാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് ഞാൻ ഈ ഓണറിൻ്റെ ആധാർ വേണമല്ലോ നമുക്ക് വണ്ടി പേര് മാറാനും കാര്യത്തിനൊക്കെ വേണ്ടി ഞാൻ ആധാർ ചോദിച്ചു. ആധാർ തന്നതിന് ശേഷം ഈ ആധാറും കസിനാന്ന് പറഞ്ഞ പയ്യനെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ആധാർ ഇവനുമായിട്ട് നോക്കിയപ്പോൾ ഇവനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവനെ കുറ്റം പറയാനും പറ്റത്തില്ല, ഇത് ഇച്ചിരി പഴയ ആധാറാണ്. അപ്പോൾ ഫേസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ആധാറിൽ ക്ലിയർ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരുവിധ ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ പറ്റും, മനസ്സിലാവാൻ പറ്റത്തില്ല. അപ്പം ഇത് കണ്ടിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ഇത് നിന്റെ വണ്ടി തന്നെയാണ്? അപ്പം പറയാം അല്ല, മറ്റേ വിളിക്കുന്ന ആളുടെ UK യിലുള്ളവൻ്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഈ വണ്ടി ഞാൻ ഇത്ര രൂപയ്ക്കാണ് എടുക്കുന്നതായി, എഗ്രിമെന്റ് എഴുതട്ടെ, എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പോഴാണ് ഇവൻ പറയുന്നത്, അല്ലണ്ണ ഞാൻ അത്രയ്ക്കല്ല കൊടുക്കാൻ ഇട്ടേക്കുന്നത്, ഞാൻ ഇത്ര രൂപയ്ക്ക് കൊടുക്കാൻ ഇട്ടേക്കുമെന്ന് പറഞ്ഞു. OLX-നകത്ത് ഇത്ര രൂപ കൂടുതൽ കൊടുത്താൽ ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു അപ്പം നീ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നു നിന്റെ പൈസ ഇപ്പോൾ പോകത്തില്ലായിരുന്നു ചോദിച്ചു. അപ്പോൾ ഇവന് പറഞ്ഞിട്ടില്ല, ഇവനെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കാണ്. അപ്പോൾ ഇവന് ഈ പൈസ 75,000 80,000 നമ്മൾ ഇവൻ അയച്ചു കൊടുത്താൽ ഈ പൈസ ഈ പയ്യൻ മറ്റവൻ അയച്ചു കൊടുക്കും. ലീഗലി നമ്മൾ ഇവൻ അയച്ചും കൊടുത്തു, അവൻ ആ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു അറിവില്ല. അപ്പം ഈ പൈസ ഇവന് നമ്മുടെ ഒരു കേസിനെ വഴക്കിനാ പോയി കഴിഞ്ഞാൽ ഇവൻ നമുക്ക് തരേണ്ടി വരും. ആ പയ്യനായി ഇതിന്റെ പിറകെ നടക്കുന്നത്, പിന്നെ ഡീലർ എന്നുള്ള രീതിക്ക് നമുക്കും വരേണ്ടി വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണർക്ക് മാത്രം എഗ്രിമെന്റ് എഴുതി അവനെ ധരിപ്പിക്കുക, ഇത്ര എമൗണ്ടാണ് വണ്ടി എടുക്കുന്നുള്ളൂ, എങ്കിൽ മാത്രമേ വണ്ടി എടുക്കുക. പിന്നെ ഒരുപാട് വണ്ടി വില കുറച്ച് വന്നാൽ ഇതുപോലെ സ്കാം വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ ആലോചിക്കാനുള്ളത് ബൈക്കിന്റെ ഫീൽഡിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, കാറിനകത്ത് നടക്കുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് സാധനത്തിനകത്ത്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള എല്ലാത്തിനകത്ത് ഈ സ്കാം നടക്കുന്നുണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഗുഡ് ബൈ. അതെയല്ലേ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവർ വിളിക്കുന്നതെന്ന് വെച്ചാൽ വിളിച്ച് നമ്മളെ മാക്സിമം കൺവിൻസ് ചെയ്യും. ആ കൺവിൻസിൽ നമ്മൾ വീണ് പോകും. അത് കൂടുതലും ഈ യുവാക്കളെയും പെട്ടെന്ന് ചിന്തിക്കാൻ ഇങ്ങനെ ടൈം കൊടുക്കാതെ അവൻ വിളിക്കുന്നത്, ഈ സ്കാമേഴ്സ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം, ഒരിക്കലും നിന്റെ കൈ കിട്ടിയ പൈസ നീ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കരുത്. അങ്ങനെ അയച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളെ കൈ കിട്ടിയ പൈസ അത് നിങ്ങളുടെ പൈസ, നിങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ പൈസയാണ്. അപ്പം അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം കൂടെ വന്ന ആള് പകുതി പൈസ തന്നിട്ടുണ്ട്, ബാക്കി ഞാൻ തരാൻ, ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ മൊത്തം പൈസ അയച്ചു തരാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. നിങ്ങളെ കൈ കിട്ടിയ പൈസ നിങ്ങൾക്ക്, പിന്നെ അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പറയണം
ഞാൻ അയച്ചു കൊടുക്കുന്നില്ല, വന്ന ആൾക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അവിടെ കഴിഞ്ഞ് അങ്ങനെയാണ് സ്കാമേഴ്സ് അവിടെ നിന്ന് ഒരു വിട്ടെറിഞ്ഞ് ദൂരെ പോകും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാട്സാപ്പിലായിരിക്കും കോൾ ചെയ്യുന്നത്, വീഡിയോ കോൾ ചെയ്യത്തില്ല. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ കോളും കൂടെ ഇപ്പം ഇതെന്നല്ല വേറെ ഏത് വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ സാധനം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്ത് ആളെ ഒന്ന് കണ്ട് ഒരു പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എല്ലാവരും ചിന്തിച്ച് തന്നെ ചെയ്യുക, അത്രേ ഉള്ളൂ പറയാനുള്ളത്. ഈ എത്തിക്കുക. ഇപ്പം പല ആൾക്കാരും ചിലപ്പോൾ 10,000-10,000 പോയിട്ട് അവർ പറയാതിരിക്കുന്നുണ്ടാവും ഇതിന്റെ പേരിൽ നടക്കാൻ വയ്യാത്തതിനെ കൊണ്ട്. പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും ഇതിന്റെ പറയിൽ ഒരാളെങ്കിൽ ഒരാൾ 10 പേരെങ്കിൽ 10 പേര് ഈ സ്കാമിൽ ചെന്ന് വീഴാതിരിക്കട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ബൈ.